ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ ഉണ്ടതെന്ന് കിടക്കും. എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഗ്രേറ്റ് ആണ് മാഡം. അയാളെ ശരിയായ പാഠം പഠിപ്പിച്ചു. ശംഭു നീ വാ. സാർ ഇവിടെ ഒന്ന് ഒപ്പിടാമോ? വാ ഏട്ടാ. സാർ ഇരിക്കണം സാർ. ഒരു മിനിറ്റ് എം എൽ എ സാർ. സാർ ഇരിക്കേണ്ടതേ ആ ചെയറിലല്ല. ഓ സോറി 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 എക്സ് എം എൽ എ സാർ. അവിടെ പോയിരുന്നു. സെല്ലി കിടക്കുന്നതൊക്കെ കൊച്ചുനാൾ മുതൽ എന്റെ സാറിന് ശീലമാണ് അല്ലേ സാർ? ഇപ്രാവശ്യം പെർമനന്റ് ആയിട്ട് അകത്ത് കിടക്കേണ്ടി വരും. ഇനി മരണം വരെയും അകത്ത് തന്നെ കിടക്കാം. എന്താ എന്നെ എന്റെ ഫാമിലിയെ നടുറോഡിൽ ഇറക്കുന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു കയ്യൊപ്പിന് വേണ്ടി താൻ എന്തൊക്കെയാ ചെയ്തത്? പോരാത്തതിന് കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ തന്റെ വൃത്തികെട്ട പ്ലാൻ താൻ അപ്ലൈ ചെയ്തു. എല്ലാത്തിനും കൂടെ ചേർത്ത് താനിപ്പോ അനുഭവിക്കാൻ പോവുക. ജയിലിൽ പോയി ഉണ്ട തിന്നാൻ പോവുക. തന്റെ പദവി അഭിമാനവും എല്ലാം പോയി കഴിഞ്ഞു. താനിപ്പോ ഒരു ബിഗ് സീറോയാണ്. സ്വപ്നം കാണരുത് അബ്രഹാം. ഈ ജയിലും കേസൊന്നും എനിക്ക് പുത്തരിയല്ല. എന്റെ അധികാരം, രാഷ്ട്രീയം, പണം ഇതൊന്നും പെർമനന്റ് അല്ല. വന്നുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ പന്ത് പോലെയാണ് അബ്രഹാം. എത്ര ശക്തിയിൽ എറിയുന്നോ അത്ര ശക്തിയോടെ അത് തിരിച്ചു വരും. ഇത്തവണ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഇല്ല. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ തന്നെ കുറ്റങ്ങളൊക്കെ സമ്മതിച്ചു. മിനിമം നിങ്ങൾക്കൊരു ജയിൽ ശിക്ഷ കിട്ടിയിരിക്കും. എന്റെ ചരിത്രം അറിയാതെ സംസാരിക്കരുത് വസു. ഇതുവരെയും ഒരു രാഷ്ട്രീയക്കാരനും അധികകാലം ജയിലിൽ കിടന്നിട്ടില്ല. വളരെ വേഗം ഞാൻ പുറത്തിറങ്ങും. എന്റെ ചികിടത്തടിച്ചതിന് നിങ്ങളെ ഇത്രയും ടോർച്ചർ ചെയ്തവനാ ഞാൻ. എന്റെ അധികാരവും അഭിമാനവും ഇല്ലാതാക്കി എന്നെ ജയിലിലേക്ക് അയച്ചാൽ ഇനി ഞാൻ എന്തായിരിക്കും ചെയ്യുക? പുറത്തിറങ്ങി ഞാൻ തരുന്ന തിരിച്ചടിക്കു വേണ്ടി നീ കാത്തിരുന്നു അബ്രഹാം. താൻ തരാൻ പോകുന്ന അടിക്ക് വേണ്ടിയല്ല, ഇനി താൻ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഞാൻ തന്നെ അടിക്കുന്നതിന് വേണ്ടി. എപ്പോഴും നീ തന്നെ ജയിക്കുമെന്ന് കരുതണ്ട, ഓർത്തോ? എല്ലാ തവണയും ജയിക്കുന്നത് ന്യായമായിരിക്കും. അതെ, സത്യമാ. പക്ഷേ ജയിക്കുന്നവനെല്ലാം ന്യായം കിട്ടില്ല. എനിക്കും ഒരു സമയം വരും. എത്രയും വേഗം ഞാൻ പുറത്തിറങ്ങും. നിന്റെ ചേട്ടനെയും അനിയനെയും ജയിലിലടച്ച് നിന്നെ കൊണ്ട് തന്നെ ഞാൻ കയ്യൊപ്പിടിപ്പിച്ച് നിന്റെ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാക്കും. ജയിലിനകത്തിരുന്ന് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചു. ഒരിക്കലും മറന്നു പോകരുത്. ശ്രീരാമ ജയം പോലെ എഴുതണം. വസുന്ധര ബാബുവ. കോൺസ്റ്റബിൾ സാർ, MLA സാറിനെ സെല്ലിലേക്ക് ഇരുത്തു. കാല് സൂക്ഷിക്കണേ സാർ. സാർ അയ്യോ
സാർ 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 നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഇപ്പൊ അഭിറാം ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. വസുവച്ചിയുടെ കൂടെ അല്പസമയത്തിനകം വീട്ടിലെത്തും. ഞാനും അഖിലും സാക്ഷി പറയാതെ അങ്ങേരെ എങ്ങനെ റിലീസാകാനാ? ഈ ശംഭു എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് അബി റിലീസ് ആവുമെന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല. നിന്റെ വായിന്ന് ഒരിക്കലും നല്ല വാക്ക് കേൾക്കില്ലേ സുമകലെ? MLA സാറ് വലിയ പവർഫുൾ മാനാണ്. ഈ കേസിൽ നിന്ന് അബിയേട്ടൻ പുറത്തു വരാൻ അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. നീ സ്റ്റേഷനിൽ പോയി സാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ അബി ഈ സമയത്ത് വീട്ടിലെത്തില്ലായിരുന്നോ? അഖിലില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ് അമ്മേ? അഖില ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ അറിയട്ടാ? ഞങ്ങളോട് എന്താ ചോദിക്കുന്നേ? നിങ്ങൾ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന് ഇപ്പൊ ശംഭു പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. ജയന്തി പോയി ഒരു ആരതി എടുത്തോണ്ട് വാ. അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ? എനിക്കൊന്നും പറ്റിയില്ല മോളെ. മോൾക്ക് എങ്ങനെയുണ്ട്? അവള് സുഖമായിട്ടിരിക്കുക അച്ഛാ. അല്ലടി, അബി റിലീസ് ആവില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയായി? അത് ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വേണമെങ്കിൽ പറയട്ടെ. ഇവിടെ മരമുണ്ടോ? ഞങ്ങളുടെ പിന്നിൽ വന്നിരുന്ന് നീ എന്ത് ചെയ്യടാ? ഒന്ന് പോടാ. അമ്മേ, ചിത്രമായ കാര്യ ഒരാണ്, അതും ഭർത്താവ് ഭാര്യയെ ആരതി ഒഴിയുന്നോ? ഞാനിന്ന് പുറത്തു വരാൻ കാരണം തന്നെ വസുന്ധരയാണ്. അവളെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. ചെയ്തത് ഞാനാണെങ്കിലും ചെയ്യാൻ പറഞ്ഞത് ഏട്ടനല്ലേ? അതിന് മാത്രം ഇപ്പൊ എന്താ ചെയ്തത്? ആ MLA ശരിക്കൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആ MLA അറസ്റ്റും ചെയ്തു. അറസ്റ്റ് ചെയ്തെന്നോ? നമ്മളെ വീട്ടിൽ ആരും അറസ്റ്റ് ചെയ്ത പോലെ നിങ്ങളിങ്ങനെ ഷോക്കാവുന്ന എന്തിനാ? അത് അവരൊരു MLA അല്ലേ ഏട്ടാ? അത്രയും വലിയൊരാളെ അറസ്റ്റ് ചെയ്തോന്ന്. അയാൾ ഒരുപാട് പാപം ചെയ്തതുകൊണ്ട് അറസ്റ്റിലായി. അയാളൊരു വലിയ പൊളിറ്റിക്കൽ ലീഡർ അല്ലേ? എങ്ങനെ അറസ്റ്റ് ആയത്? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ആളാണെങ്കിലും ശിക്ഷ കിട്ടിയിരിക്കും. അതിന് MLA എന്നല്ല, മുഖ്യമന്ത്രി ആണെങ്കിലും അകത്തു പോകും. ഈ ലോകത്തിൽ തെറ്റ് ചെയ്തിട്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അത് MLA ആയാലും അയാളെ സഹായിച്ചവരായിരുന്നാലും ശരി.
ഈ സുമംഗല ചേച്ചിയും ജയിലിലേക്ക് പോവോ? ആ എന്തിനാ എന്നെ വലിച്ചു കഴിക്കുന്നേ? ഞാനെന്താ തെറ്റ് ചെയ്തു? ആരെന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലേ. ഇപ്പൊ MLA മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പുറകിലുള്ള എല്ലാവരും അറസ്റ്റിലാവും. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഒന്നും ഒരുപാട് നാൾ ജയിലിലിടില്ല. അയാൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി റിവെഞ്ച് എടുക്കുമായിരിക്കും. കേട്ടോ ബി, അങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കാനേ പാടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുനാള് നമുക്ക് നാട്ടിൽ പോയി നിൽക്കാം. ഒളിച്ചോടാമെന്നാണോ പറയുന്നത്? ഇത് ഒളിച്ചോട്ടോ അല്ല അബി, ഒരു മുൻകരുതലായിട്ട് കരുതിയാ മതി. ദുഷ്ടന്മാരെ കണ്ടാൽ നമ്മൾ അകന്നു നിൽക്കണം. മോശപ്പെട്ടവരെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലും ഉണ്ടമ്മേ. എവിടെന്നും പറഞ്ഞു പോവാനാ? ഞങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? സത്യം സമ്മതിച്ചപ്പോ ഇപ്പൊ ഒരു വിലയും ഇല്ല അല്ലേ? എന്തിനാ നിങ്ങൾ എല്ലാത്തിനും ഇടയ്ക്ക് സംസാരിക്കുന്നേ? നിങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താ പ്രയോജനം? അതിന് നീ കാരണമല്ലല്ലോ അഭി പുറത്തേക്ക് വന്നത്. അഖിൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. നീയാണെങ്കിലോ ഈ വീട് വിട്ട് പുറത്തിറങ്ങില്ലെന്നും പറയുന്നു. പാവം വസു കഷ്ടപ്പെട്ട് അഭിയെ പുറത്തിറക്കി കൊണ്ടുവന്നിരിക്കുക. ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. എല്ലാം ഏട്ടന്റെ പ്ലാൻ തന്നെയാ. ആ MLA പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ആ MLA അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാ ഇവര് നമ്മൾ വിചാരിച്ച പോലെയല്ല. ആ MLA അത്രയ്ക്ക് നിസ്സാരക്കാരനൊന്നുമല്ല, പവർഫുൾ മാൻ ആണ്. ആ പവറൊന്നും അയാൾക്ക് ഇപ്പൊ ഇല്ലടി. ഇനി എങ്ങനെ പുറത്തിറങ്ങും? അത് ശരി, ഇവർക്ക് നമ്പ്യാരെ പോലെ ഒരാളെ കിട്ടുമ്പോ MLA അങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ ആരും കാണില്ലേ? MLA ക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാള് ഉറപ്പായിട്ടും MLA കൂടെ കാണും. ആരാടാ ഇവിടുത്തെ CI? ആരാടാന്നോ? നീ ആരാടി? മോളെ കാവേരി, നിക്കടി. ആരാന്ന് ചോദിച്ചാൽ നീ കേട്ടില്ലേ? എന്നെയാണോ തടയുന്നത്? മോളെ കാവേരി, വേണ്ട. ഏയ്, ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ചാ കൊന്നുകളയും. ഗോ ബാക്ക്.
താനാണോ ഈ സ്റ്റേഷനിലെ CI? നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നോ എന്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ? കൊന്നുകളയും നിന്നെ ഞാൻ. നിന്റെ തലച്ചോറ് പൊട്ടിച്ചു തരുന്ന കാണണോ? മോളെ കാവേരി, വേണ്ട മോളെ, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട മോളെ, വേണ്ട മോളെ, വേണ്ട. ഇവനെയല്ല കൊല്ലേണ്ടത്, നിങ്ങളെയാണ്. ഇത്രയ്ക്ക് പാവമായിരുന്നു നിങ്ങള്. എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ. നമ്മുടെ അഭിമാനം എല്ലാം പോയി കിട്ടി. ഇവളെന്താ ഇങ്ങനെ? സ്വന്തം ചേട്ടനെ തന്നെ തട്ടിക്കളയോ? അയ്യോ. ഇനി ഞാൻ നമ്മുടെ നാട്ടിൽ എങ്ങനെ തലയുയർത്തി പിടിച്ച് നടക്കും? ഇനി എല്ലാരും കളിയാക്കി ചിരിക്കും, മുഖത്തെ കാറി തുപ്പും. ഛേ, അല്പം പോലും നാണമില്ലേ നിങ്ങൾക്ക്? എക്സ്ക്യൂസ് മീ മാഡം, ഡ്യൂട്ടിയിലിരിക്കുന്ന CAയുടെ കോളറി പിടിക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് അറിയാമോ? എന്റെ സർവീസ് ഗൺ വെച്ച് എന്നെ വരട്ടുന്നോ? നീ MLAയുടെ സഹോദരിയാണെന്നും വെച്ച് നിയമം കയ്യിലെടുക്കാനും മാത്രം നീ ആയോ? ഏയ്, ഞാൻ MLAയുടെ സഹോദരിയല്ല. എന്റെ സഹോദരൻ MLA ആണെന്ന് മാത്രം. നീ ആരായിരുന്നാൽ എനിക്കെന്താ? നീ ഡ്യൂട്ടിയിലാണോ അതോ വേറെ എവിടെങ്കിലും ആണോ എന്നുള്ളത് എന്റെ കാര്യമല്ല. മര്യാദയ്ക്ക് എന്റെ ഏട്ടനെ ഇറക്കുന്നുണ്ടോ? മീഡിയയെ സാക്ഷിയാക്കി സ്വന്തം നാവ് കൊണ്ട് ചെയ്ത കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു, കേസും ഫയൽ ചെയ്തു. പിന്നെ എങ്ങനെ വിടാനാ? ഏതോ റോഡിൽ കൂടെ പോന്ന അലവലാദികള് പ്രതിപക്ഷത്തോട് ചേർന്ന് എന്റെ ഏട്ടനെ ജയിലിലാക്കിയിരിക്കുക. എന്റെ ചേട്ടൻ ഒരു നിരപരാധിയാണ്, അങ്ങനെ എഴുതി ചേർത്ത് ചേട്ടനെ ജാമ്യത്തിലിറക്ക്. അത് നടക്കില്ല. ഇയാളുടെ മേലുള്ള കേസൊക്കെ സ്ട്രോങ്ങാ. ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. ജാമ്യം കൊടുക്കുന്നുണ്ടോ അതോ നിന്നെ ഞാൻ കൊല്ലണോ? അയ്യോ വേണ്ട മോളെ, വേണ്ട. CA ഒന്നും ചെയ്യരുത് മോളെ, വേണ്ട മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, എന്താ ഇത്? രക്ഷപ്പെടുന്നതാ നല്ലത്. സർ, വാട്ട് ഈസ് ദിസ്? ഇവിടെ എന്താ നടക്കുന്നേ? സർ, ഇവരെന്റെ സർവീസ് റിവോൾവർ തട്ടിയെടുത്ത് MLA റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. MLA ഉടനെ റിലീസ് ചെയ്യും. സർ, ഞാൻ പറയുന്നത് കേക്ക്. MLAക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് റിലീസ് ചെയ്യ. അല്ല സാർ, അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവരാരാണെന്നാ വിചാരിച്ചത്? ഇരുപത്തഞ്ച് നാടുകൾക്ക് കിരീടം വെച്ച രാജ്ഞിയ. ഇവരൊന്ന് കൈഞ്ഞൊടിച്ചാൽ ആ നാട്ടുകാർ മുഴുവൻ വന്ന് ഈ സ്റ്റേഷൻ തവിട് പൊടിയാക്കും. ഒരു തുണ്ട് തെളിവ് പോലും അവശേഷിക്കില്ല. സോറി മാഡം, മാഡം വരുമെന്ന് എനിക്ക് ലേറ്റായാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അതാ ഞാൻ വരാൻ ലേറ്റായത്. ആ താക്കോലെടുക്ക്. ഇതാ സർ. വരൂ സർ. ഇതാ മാഡം, ചേട്ടനെ റിലീസ് ചെയ്തു. കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളൂ. താങ്ക് യു കമ്മീഷണർ. എന്റെ ചേട്ടനെ കുടുക്കിയ പ്രതിപക്ഷക്കാരെ പിന്നെ കേസെടുത്ത ആളുകളെ എത്രയും പെട്ടെന്ന് ഇതേ സ്റ്റേഷനിൽ പൊക്കിക്കൊണ്ടുവന്ന് സെല്ലിൽ അടയ്ക്കണം. നമുക്ക് കാണാം. വായട്ടാ. പോലീസ് ജോലി എത്രത്തോളം പ്രധാനമാണോ ജീവനും അത്രയും തന്നെ പ്രാധാന്യമുണ്ട്. ഇനിമേലിൽ ആ കാവേരിയെ പ്രൊവോക്ക് ചെയ്യരുത്. അവരാണ് അദ്ദേഹത്തെ MLA ആക്കിയത്. ആ MLAയുടെ ശക്തി അവരാ. അവരൊരു മെന്റലാ. മുന്നും പിന്നും ആലോചിക്കില്ല.
കൊന്നിട്ടങ്ങ് പോകും. ബി കെയർഫുൾ. പാവ അഭിരാം, MLA യുടെ ക്രൂരത ഒരുപാട് അനുഭവിച്ചതാ. ഇനി ഇവരെയും MLA എങ്ങനെ സഹിക്കുമെന്തോ.